നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാവുന്നവരാരും കാണണമെന്നില്ല. കാരണം അറിയാത്തവർക്ക് വളരെ പ്രയാസകരമായ കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അതായത് മുൻപിലുള്ളൊരു വാഹനത്തിൽ കൃത്യമായിട്ട് നമ്മൾ എങ്ങനെ ഒരു ജഡ്ജ് ചെയ്തൊരു വാഹനം നമുക്ക് മുൻപോട്ട് എടുക്കാം. കാരണം ഇപ്പൊ എന്റെ മുൻപിൽ ഒരു വാഹനം കിടപ്പുണ്ട്. ഈ വാഹനം കിടക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആ വാഹനത്തിൽ തട്ടാതെ തിരിക്കാൻ കഴിയും എന്ന് പലർക്കും അറിയത്തില്ല. ഇപ്പൊ എത്രത്തോളം ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വണ്ടി തടവണ്ടി ഇങ്ങനെ കിടക്കുന്ന ഒരു വണ്ടി ഇപ്പം അങ്ങോട്ട് എടുക്കുന്ന സമയത്ത് എത്ര തിരിച്ചാലേ ഈ വണ്ടി പോവുള്ളൂ എന്ന് പലർക്കും അറിയില്ല. അപ്പൊ നമുക്ക് ഫ്രണ്ടിലൊരു ആ ഗ്യാപ്പ്, അതായത് ഫ്രണ്ടിലുള്ള ആ ഒരു ഗ്യാപ്പ് കണ്ടാൽ നമുക്ക് ഇവിടുന്ന് തന്നെ തിരിച്ചാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ എടുക്കാം. കണ്ടില്ല, അപ്പൊ ആ വണ്ടി കിടക്കുന്നു, ഞാൻ ഇത്ര തിരിച്ചണ്ട, ആ വണ്ടി തട്ടുന്നില്ല. അപ്പൊ നമുക്ക് ആ ടയർ ഭാഗം കാണുന്നിടം വരെ കണ്ടില്ല, ഇപ്പൊ നമുക്ക് ടയർ ഭാഗം നമുക്ക് കാണാം. പത്രം തിരിച്ചാലും കാണാം. അപ്പൊ ഇപ്പൊ മുൻപോട്ട് നോക്കാൻ നമുക്ക് ടയർ നിങ്ങൾക്ക് കാണത്തില്ല, പക്ഷെ ഞാനിവിടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുമ്പോൾ കാണാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഈ ഒടിച്ചു കഴിഞ്ഞാൽ കണ്ടാ അത് തട്ടാതെ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടാ, കൃത്യമായിട്ട് എടുക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഞാൻ ഇനി വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഞാൻ കാണിച്ചു തരാം. മുൻപിൽ ഒരു വണ്ടിയുടെ ഗ്യാപ്പുകൾ കൃത്യമായിട്ട് എങ്ങനെയാണ് കൊണ്ട് നിർത്തേണ്ടതെന്നുള്ളത്. കണ്ടില്ലേ, നമുക്ക് ഇപ്പൊ ഈ ഒരു വണ്ടി അങ്ങനെ കിടക്കുന്ന ഒരു വണ്ടി ആണെങ്കിൽ പോലും ഞാൻ അതിന് നേരെ ക്രോസ് ആയിട്ട് കൊണ്ട് നിർത്താൻ പോവാണ്. ഇപ്പൊ അവിടെ കിടക്കുന്ന ഒരു വണ്ടിയായിട്ട് ക്രോസ് ആയിട്ട് കൊണ്ട് നിർത്താൻ പോവാണ്. ഇത് കേട്ടാ, ഞാൻ ഇങ്ങനെ ഉണർന്ന് നിർത്താൻ പോവാണ്. ഇപ്പം എന്റെ ഫ്രണ്ടിൽ ആ വണ്ടിയുടെ അടിഭാഗം കാണാമെന്നുണ്ടെങ്കിൽ കണ്ട, ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒട്ടും ഇല്ല, ഗ്യാപ്പ് ഇല്ലാത്തായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഒടിച്ചാൽ വണ്ടി പോകും, തട്ടും എന്നുള്ള പേടിയാണ്. ഇപ്പൊ എനിക്ക് അതിന്റെ അടിഭാഗം ഇവിടെ ഇരുന്നാൽ കാണാം. അപ്പൊ കാണാമെന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടെ ഇരുന്ന് ഫുള്ള് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ കണ്ട, ഞാനിപ്പോ ഫുള്ള് ഒടിച്ചു. ഈ ഫുള്ള് ഒടിച്ചിട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേസ് ഉണ്ടാകും. കേട്ടോ, ആ വണ്ടിയെ തട്ടാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പം പറഞ്ഞതിന്റെ സാരം, നിങ്ങൾ എവിടെയും ഒരു വാഹനം കൊണ്ട് നിർത്തുന്ന സമയത്ത് നമ്മൾ ട്രാഫിക്കിലാണെങ്കിലും, കാരണം നമ്മൾ ട്രാഫിക്കിലൊക്കെ മുമ്പിലുള്ള വണ്ടി ചിലപ്പം എല്ലാ വണ്ടി ഒരുപോലെ ആകണമെന്നില്ല, ചിലപ്പം അത് ഡൗൺ ആയി പോവാം. വണ്ടി ഡൗൺ ആയി പോകുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ വണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലോട്ട് എടുക്കാനുള്ള ഗ്യാപ്പ് കാണത്തില്ല. അപ്പൊ നിങ്ങളൊരു വണ്ടിയുടെ ബാക്കി കൊണ്ട് നിർത്തുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് അടിഭാഗം കാണത്തക്കോലെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ വണ്ടി ഇപ്പം ബ്രേക്ക് ഡൗൺ ആയി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അങ്ങോട്ട് തിരിച്ചാൽ മതി. കണ്ട, ഇതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ വണ്ടിയെ തട്ടാതെ തന്നെ കണ്ട. അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഫുള്ള് നമ്മൾ ഒടിച്ചിട്ട് വേണം എടുക്കാൻ. അല്ലാതെ തട്ടുവോ എന്ന് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പതുക്കെ തിരിച്ചുകൊണ്ട് എടുക്കരുത്. എന്നിട്ട് ചിലപ്പം മുൻപോട്ട് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മുൻപിൽ കിടക്കുന്ന ഒരു വണ്ടിയെ തട്ടാതെ തന്നെ ജഡ്ജ് ചെയ്ത് വാഹനം നിർണ്ണല്ലേ. ഇപ്പൊ ഇതുപോലെ വീണ്ടും കണ്ട, വണ്ടി ഇത്രയും കാണുന്നു, കണ്ട ഞാൻ ഇത്രയും ഓടിക്കുന്നു, കണ്ട ആ വണ്ടിയെ തട്ടാതെ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്, തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനോട് ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്ന ഗ്യാരണ്ടി എന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തിട്ട് പ്രാക്ടീസ് പോലെ പ്രായം കൊണ്ടാണ് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടണം എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.